പ്രിയങ്ക അനൂപ് എന്ന് പറയുന്ന സിനിമാ നടിയെ എല്ലാവർക്കും അറിയായിരിക്കും. കുറേ നാളുകളായിട്ട് മലയാള സിനിമയിലുള്ള നടിയാണ്. ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പം പുള്ളിക്കാരി ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ ഒന്ന് രണ്ട് പ്രസ്താവനകൾ ഇറക്കിയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പറയുന്നത് ഇങ്ങനെയാണ്: കേസിലകപ്പെട്ട നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാണ് നടി പറയുന്നത്. കേസിലകപ്പെട്ട നടന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിദ്ദിഖ് ഉണ്ട്, അതുപോലെ തന്നെ മുകേഷ് ഉണ്ട്, ജയസൂര്യയുണ്ട്. അങ്ങനെ കുറച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജാഫർ ഇടുക്കി പോലുള്ള കുറച്ച് നടന്മാരിപ്പോൾ ഉണ്ട്. അപ്പൊ അതില് ഏത് നടനാണെന്നുള്ളത് അവർ തുറന്നു പറയുന്നില്ല. അവർ പറയാത്തിടത്തോളം കാലം നമുക്കത് മറ്റൊരാൾക്ക് അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കാനായിട്ടുള്ള റൈറ്റ്സ് ഒന്നും ഇല്ല. പക്ഷെ അവരത് ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അറിയാൻ സാധിക്കാത്തത്. ഓക്കെ, ഇനി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ സമയത്ത് ബേബി അവർ നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ നടി ഇപ്പോൾ ഇതിനൊരു റീസൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അവരുടെ ആ വ്യക്തിയുടെ കുടുംബത്തെ ഓർത്താണ് ആ ഒരു പേര് പറയാത്തത്. ആ നടന്റെ കുടുംബത്തെ താൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽസ് തനിക്ക് പുറത്തു പറയാനാകില്ല എന്നാണ് നടി പറയുന്നത്. അതുപോലെ തന്നെ തന്നോട് ആരെങ്കിലും ഒരാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഈവൻ വാതിൽ വന്ന് മുട്ടുകയോ ചെയ്താൽ അത് നേരിടാനുള്ള ചങ്കൂറ്റം തനിക്കുണ്ടെന്നും നടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് പവർ ഗ്രൂപ്പ്. പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും നടി പറയുന്നുണ്ട്. പ്രിയങ്കയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സാധാരണയായിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രിയങ്ക ഇപ്പൊ പറയുന്നത് പോലെ ഫാമിലിയെ ഓർത്ത് മിണ്ടാതിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അതേസമയം തന്നെ വീണ്ടും അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാരും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് ഇങ്ങനെ ഈ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തൽക്കാലം ഒന്ന് കണ്ണടക്കുന്ന ആൾക്കാർ കുറേയധികം സ്ത്രീകൾ അങ്ങനെ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ഇതിന് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് എടുക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ശക്തമായി തന്നെ പ്രതികരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും ഒരേപോലെ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലത്തെ ഇൻസിഡൻസിന് വളരെ റെയറായിട്ട് വളരെ കുറച്ചേ ഉണ്ടാകൂ. ആ സമയത്ത് എല്ലാവരും ഒരേപോലെ, ഒരു 90% ആൾക്കാരും ഒരേപോലെ കണ്ണടച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ അവസാനിക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാ തൊഴിലിടങ്ങളും പോലെ തന്നെ സിനിമയിലും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കേണ്ടത് തന്നെയാണ്.